ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ബേബീസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പരിപ്പ് വടയാണ്. അതിന് വേണ്ടിയിട്ട് പീസ് പരിപ്പാണ്. ഇത് 1/2 കിലോ പരിപ്പാണിത്. അത് നമുക്ക് വെള്ളത്തിൽ ഇടാം. 3 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണം. എന്നിട്ട് വേണം ഇത് അരച്ചിട്ട് ഉണ്ടാക്കാൻ. എല്ലായിടത്തും മഴയാണല്ലോ, ദുരിതപ്പെയ്ത്ത് എല്ലായിടത്തും ദുരിതമാണ്. വെള്ളപ്പൊക്കവും ഒരുപാട് ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി എല്ലാവർക്കും നമുക്ക് ദുആ ചെയ്യാം. ഞങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങൾ കണ്ണൂർ ഇരിട്ടിയിലാണ്. കോട്ടയത്ത് ഞങ്ങൾക്ക് ഒരുപാട് കുടുംബക്കാരുണ്ട്. അവർക്കൊക്കെ ഭയങ്കരമായിട്ട് വെള്ളം കയറി വീടിൻ്റെ അകത്തെല്ലാം ഭയങ്കര ബുദ്ധിമുട്ട്. അവർക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യുക. പരിപ്പ് ഞാൻ കുതിർത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിട്ട് അരച്ചുകൊണ്ട് വരാം. ഇവിടെ ഭയങ്കര മഴയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയറും ചെയ്യണേ. ഇതുപോലെ ചതച്ചെടുക്കണം. ഇതേ രീതിക്കായിരിക്കണം. ഇത് കണ്ടില്ലേ, അപ്പം നമുക്ക് ഇതുപോലെ ആയിരിക്കണം. ഇനി നമുക്ക് ഇതിനൊരു പച്ചമുളക്, ഇഞ്ചിയും കരിയാപ്പലയും ഉള്ളിയും കൂടെ അരിഞ്ഞെടുത്തോണ്ട് വരാം. അതിന് വേണ്ടിയിട്ട് 5 പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 1 ഇഞ്ചി, കരിവേപ്പില, ഉള്ളി, ഇതെല്ലാം പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് ഉപ്പിട്ട് ഞെരടണം. നമുക്ക് ഉപ്പിട്ടിട്ട് ഞെരടാം. കുറച്ച് ഉപ്പിട്ടാൽ മതി. ഈ പരിപ്പുവടയ്ക്ക് ഒത്തിരി ഉപ്പ് കൂടിപ്പോയാൽ അത് തിന്നാൻ സുഖം ഉണ്ടാവില്ല. നന്നായിട്ട് ഞെരടണം. ഞാനിത് ഉപ്പും മുളകും എല്ലാം ഇട്ട് നന്നായിട്ട് ഞെരടി എടുത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് പരിപ്പ് വടയ്ക്കകത്തോട്ടിടാം. പരിപ്പിൻ്റെ അകത്തോട്ടിടാം. ഇതിനകത്തോട്ട് നമുക്കിങ്ങനെ ഇളക്കിയെടുക്കാം. എന്നിട്ട് ശകലം മൈദ ഇടണം, ഈ സൈഡൊന്നും പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. 1 സ്പൂൺ മൈദ മതി. ഇതെല്ലാം കൂടെ കൂട്ടി ഇളക്കിയിട്ട് നന്നായിട്ട് ഇളക്കണം. ഇപ്പോൾ മഴയൊക്കെ അല്ലേ, പരിപ്പുവടയൊക്കെ കഴിക്കാൻ നല്ല ഇതാണ്. കട്ടൻ കാപ്പി പരിപ്പുവടയും. നമുക്ക് ഇങ്ങനെ ഇളക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി പൊരിച്ചെടുത്തോണ്ട് വരാം. ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിന് തീ പിടിപ്പിക്കാം. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഓയിലാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഇത് ഇങ്ങനെ നമുക്ക് കൈൻ്റെ നടുക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. എന്നിപ്പം ഇതായിക്കോളും. ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ആയില്ല, മൂത്ത് വരുന്നതേ ഉള്ളൂ. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം ഇതിടാൻ, അല്ലെങ്കിൽ ഈ സൈഡെല്ലാം ഇങ്ങനെ ഇതായിപ്പോകും. നന്നായിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇടുക. ഇതിപ്പോൾ നമ്മൾ മൂത്ത് കഴിയുമ്പോൾ കോരിയെടുക്കുക. ഇതായില്ല, നന്നായിട്ട് ചുമക്കണം. ഒരു ചുവപ്പ് കളർ പോലെ വരണം. അങ്ങനെ പരിപ്പുവട മൂത്ത് വന്ന് ഈ പരുവത്തിൽ മതി. ഒത്തിരി മൂത്ത് പോയാൽ കറുത്ത് പോകും. ഈ പരുവത്തിൽ മതി. നമുക്ക് കോരിയെടുക്കാം. അത് ബാക്കിയും കൂടെ ഇടാം. അങ്ങനെ പരിപ്പുവട എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല മുരുമുരാന്നുള്ള പരിപ്പുവട ആയിട്ടുണ്ട്. എല്ലാം വറുത്ത് കോരിക്കൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.